നിങ്ങളൊരു കൊമേഴ്സ് വിദ്യാർത്ഥിയാണോ? നിങ്ങളുടെ എല്ലാ പഠന ആവശ്യങ്ങളും ഇതാ ഒരൊറ്റ ആപ്പിൽ. ബാലൻസ് ഷീറ്റ്, വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസുകൾ, സ്റ്റഡി മെറ്റീരിയൽസ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, +2 കൊമേഴ്സ്, BBA, BCom, MBA, MCom, CA, CMA, CS എന്നിങ്ങനെ എല്ലാ കൊമേഴ്സ് കോഴ്സുകളുടെയും എക്സ്ക്ലൂസീവ് ക്ലാസുകൾ. നിങ്ങളുടെ കോച്ചിംഗ് ബാലൻസ് ഷീറ്റിനൊപ്പം. വിജയം നിങ്ങളുടെ കൈപ്പിടിയിൽ. ബാലൻസ് ഷീറ്റ് ആപ്പ് available on Play Store and App Store. For more details, contact 9400781883. ഓക്കെ, അപ്പോൾ നമ്മൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ MCOMലെ ഒരു പേപ്പറായിട്ടുള്ള റിസർച്ച് മെത്തഡോളജിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് പരീക്ഷ എഴുതാനായിട്ട് പറ്റും. നോക്കിയേ, എക്സ്പ്ലെയിൻ മീനിങ് ഓഫ് റിസർച്ച്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ മീനിങ് ഓഫ് റിസർച്ച്. അതായത് റിസർച്ചുമായി ബന്ധപ്പെട്ട് ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ആദ്യം റിസർച്ചിൻ്റെ മീനിങ് എഴുതി തുടങ്ങാവുന്നതേ ഉള്ളൂ. ഓക്കെ, എന്താണ് റിസർച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. എന്താണ് റിസർച്ച്? ഇവിടെ പറയുന്നത് നോക്കിയേ, വില്യം എമൗറി ഡിഫൈൻഡ് റിസർച്ച് ആസ് എനി ഓർഗനൈസ്ഡ് എൻക്വയറി ഡിസൈൻഡ് ആൻഡ് ക്യാരിഡ് ഔട്ട് ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ ഫോർ സോൾവിങ് പ്രോബ്ലം. അതായത് ഞാനിവിടെ അടയാളപ്പെടുത്തുന്നത് റിസർച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻഡ് ഓർഗനൈസ്ഡ് എൻക്വയറി ഡിസൈൻഡ് ആൻഡ് ക്യാരിഡ് ഔട്ട് പ്രൊവൈഡ് ഇൻഫർമേഷൻ. നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു പർട്ടിക്കുലർ പ്രോബ്ലത്തെക്കുറിച്ച് എന്ത് ചെയ്യുന്നു? കുറേ ഇൻഫർമേഷൻ നമ്മൾ അന്വേഷിക്കുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു? ആ പ്രോബ്ലം സോൾവ് ചെയ്യുന്നു. ഇതിനാണ് റിസർച്ച് എന്ന് പറയുന്നത്. ഇപ്പം നമുക്കിപ്പോൾ കോവിഡൊക്കെ വന്നു അല്ലേ? കോവിഡൊക്കെ വരുമ്പോൾ നമുക്ക് എന്താണ്, നമ്മൾ എന്താ ചെയ്യുന്നത്? അതെങ്ങനെ മാറ്റാമെന്ന് നമ്മൾ റിസർച്ച് ചെയ്യും. എന്നിട്ട് കുറേ ഇൻഫർമേഷൻ നമ്മൾ എടുക്കും, എന്നിട്ട് എന്ത് ചെയ്യും? ആ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിസർച്ച് എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കുക. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റിസർച്ച്. റിസർച്ച് എന്ന് പറഞ്ഞാൽ ഒരു ഇൻവെസ്റ്റിഗേഷനാണ്. നമുക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ കണ്ടുപിടിക്കുന്ന ഒരു ഇൻവെസ്റ്റിഗേഷനാണ് റിസർച്ച്. അപ്പോൾ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിരിക്കുക. റിസർച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇൻവെസ്റ്റിഗേഷനാണ്. പിന്നെ അടുത്ത് എന്താ പറയുന്നത്? ഇവിടെ പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് മിയർ കമ്പിലേഷൻ ഓഫ് ഫാക്റ്റ്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നു? അവിടെ എന്താ? ഒരു ഫാക്റ്റ്, കുറേ ഫാക്റ്റിൻ്റെ കമ്പിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സമാഹാരം. നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു പ്രോബ്ലത്തിനെ ഐഡൻറ്റിഫൈ ചെയ്ത് അതിന് പ്രോപ്പർ റിസർച്ചൊക്കെ നടത്തി നമ്മളൊരു കൺക്ലൂഷനിൽ എത്തുന്നു. പിന്നെ അടുത്ത് എന്താണ് പറയുന്നത്? നമ്മളിവിടെ റിസർച്ച് ചുമ്മാ കണ്ടക്ട് ചെയ്യുന്നതല്ല, സയൻറ്റിഫിക് മെത്തേഡുകൾ ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? റിസർച്ച് നടത്തേണ്ടത്. ഒരു റിസർച്ച് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരിക്കണം? അതിനൊരു ഒബ്ജക്റ്റീവ്, ലക്ഷ്യമുണ്ടായിരിക്കണം. അത് ലോജിക്കലായിരിക്കണം. മനസ്സിലായില്ലേ? ബേസ്ഡ് ഓൺ എവിഡൻസ്, എംപെരിക്കൽ എവിഡൻസ് അല്ലേ? നമ്മുടെ അനുഭവങ്ങളിലൂടെയും നമ്മൾ കണ്ടുവരുന്ന കാര്യങ്ങളിലൂടെയും ഒബ്സർവേഷൻ സ്റ്റഡിയിലൊക്കെ കൂടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഒരു റിസൾട്ടിൽ എത്തേണ്ടത്. പിന്നെ അടുത്തവിടെ എന്താണ് പറയുന്നത്? ഒരു റിസർച്ച്, നല്ലൊരു റിസർച്ച് എന്താണ്? നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ തരുന്ന റിസർച്ച് ആയിരിക്കണം. ഫൈൻഡിങ് ആൻസേഴ്സ് ടു ക്വസ്റ്റ്യൻ. റിസർച്ച് നടത്തുന്ന ആൾക്ക് ഒരുപാട്, അല്ലെങ്കിൽ ഒരു പ്രോബ്ലത്തിലോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻ അയാളുടെ മനസ്സിൽ വരും. അതിനെല്ലാം കൃത്യമായിട്ടുള്ള ഒരു ആൻസർ തരുന്ന ഒരു സ്റ്റഡി ആയിരിക്കണം നല്ലൊരു റിസർച്ച് എന്ന് പറയുന്നത്. പിന്നെ അടുത്ത് എന്താ പറഞ്ഞിട്ട് എംഫസൈസ് ദ ജനറലൈസേഷൻ ഓഫ് ദി തിയറീസ് ആൻഡ് പ്രിൻസിപ്പിൾസ്. ഒരു റിസർച്ച് എന്താണ്? നിലവിലുള്ള പ്രിൻസിപ്പിളുമായി മാച്ച് ചെയ്ത് പോകണം. പല തത്വങ്ങളും പല പ്രതിഭാസങ്ങളും നമ്മുടെ സമൂഹത്തുണ്ടല്ലേ? അപ്പോൾ അതൊക്കെ ആയിട്ട് മാച്ച് ചെയ്ത് പോകുന്നതായിരിക്കണം നമ്മുടെ റിസർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ റിസർച്ചിൽ എന്തൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ്? ഒരു ഇൻവെസ്റ്റിഗേഷൻ ആയിരിക്കണം. പിന്നെ അടുത്ത് എന്താ പറയുക? കമ്പിലേഷൻ, സമാഹാരമായിരിക്കണം. സയൻറ്റിഫിക് മെത്തേഡ് യൂസ് ചെയ്യണം. ലോജിക്കലായിരിക്കണം. എംപിരിക്കൽ എവിഡൻസ് ഉണ്ടായിരിക്കണം. പിന്നെ നമ്മുടെ ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ തരുന്നതായിരിക്കണം നല്ലൊരു റിസർച്ച് എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് റിസർച്ച്. റിസർച്ചിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താ? ഒരു റിസർച്ചിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടണം? ന്യൂ ഇൻസൈറ്റ്, പുതിയ ഉൾക്കാഴ്ചകൾ കിട്ടണം അല്ലേ? നമ്മളെന്താണ്? സീക്കിംഗ് നോളജാണ് റിസർച്ച്, അല്ലെങ്കിൽ സീക്കിംഗ് ട്രൂത്താണ് റിസർച്ച്. നമ്മൾ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനാണ് റിസർച്ച് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എന്ത് കിട്ടണം? ഒരു ന്യൂ ഇൻസൈറ്റ് കിട്ടണം. ഇതിനെ നമുക്ക് എന്ത് പറയാം? റിസർച്ച് എന്ന് പറയാം. പിന്നെ അടുത്ത് എന്താ പറയുന്നത്? എന്താ നോക്കിയേ, റിസർച്ച് എങ്ങനെയുള്ളതായിരിക്കണം? ആക്യുറേറ്റ് ആയിരിക്കണം. മനസ്സിലായില്ലേ? റിസർച്ചറിൻ്റെ എല്ലാ ക്യാരക്ടറിസ്റ്റിക്സ് എന്തായിരിക്കണം? ആക്യുറേറ്റ് ആയിരിക്കണം. ക്ലിയർ ആയിട്ട് പഠിക്കുക. പിന്നെ അടുത്ത് എന്താ പറയുന്നത്? ഇറ്റ് ഡിറ്റർമൈൻ ദ ഫ്രീക്വൻസി വിത്ത് വിച്ച് സംതിങ് ഒക്കേഴ്സ് ഓർ വിത്ത് വിച്ച് ഇറ്റ് അസോസിയേറ്റഡ് വിത്ത് സംതിങ് എൽസ്. ഓക്കെ, ഇവിടെ പറയുന്നത് എന്താണ്? നമുക്ക് എന്താണ്? ഒരു റിസർച്ച് സ്റ്റഡിയിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റണം. അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ?
അല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിച്ച കാര്യങ്ങൾ ഏതെങ്കിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ റിസർച്ചിൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. പിന്നെ എന്താണ്, ടു ടെസ്റ്റ് ഹൈപ്പോത്തിസിസ് ഓർ എ കാഷ്വൽ റിലേഷൻ ബിറ്റ്വീൻ വേരിയബിൾസ്. ഓക്കെ, നമ്മുടെ മനസ്സിലുള്ള അസംഷൻ, ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാൽ അസംഷൻ, ഈ അസംഷൻസ് നമ്മുടെ റിസർച്ചിൻ്റെ വേരിയബിളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ, ഇതൊക്കെയാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്സ് ഓഫ് റിസർച്ചിൽ വരുന്നത്. കൃത്യമായിട്ട് മനസ്സിലാക്കുക. എക്സ്പ്ലെയിൻ റിസർച്ച് പ്രോബ്ലം. നോക്കിയേ, എന്താണ് റിസർച്ച് പ്രോബ്ലം? അതിൻ്റെ ഒരു പ്രോസസ്സാണ് ഇവിടെ പറയുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, പ്രോസസ് ഓഫ് റിസർച്ച് പ്രോബ്ലം എന്ന് പറയാം. ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് പ്രോസസ് ഓഫ് റിസർച്ച് പ്രോബ്ലം. നോക്കിയേ എന്തൊക്കെയാണെന്ന് നോക്കിയേ. നമ്പർ 1, നമ്മൾ എപ്പോഴാണ് ഒരു റിസർച്ച് പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു റിസർച്ച് പ്രോബ്ലത്തിൻ്റെ സ്റ്റാർട്ടിങ് എന്താ? ആദ്യം നമ്മുടെ മനസ്സിലൊരു പ്രോബ്ലം വരും, ഫോർമുലേഷൻ അല്ലേ. നമ്മൾക്ക് ഇന്ന കാര്യത്തിനെക്കുറിച്ച് സ്റ്റഡി നടത്തണം, അല്ലെങ്കിൽ ഇന്ന കാര്യത്തിനെക്കുറിച്ച് നമുക്ക് കുറേ സത്യങ്ങൾ അറിയണം എന്ന് നമുക്ക് തോന്നും. അതാണ് ഫോർമുലേഷൻ ഓഫ് ദി ഐഡിയ. എന്നിട്ട് നമ്മൾ അതിനെക്കുറിച്ച് എന്ത് ചെയ്യും, ഒരു ലിറ്ററേച്ചർ സർവേ നടത്തും. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വിവരങ്ങളും നമ്മൾ എന്ത് ചെയ്യും, കളക്ട് ചെയ്യും. കളക്ട് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഹൈപ്പോത്തിസിസ്. കുറേ വിവരങ്ങൾ നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഇതിനെയൊക്കെ കുറിച്ച് എന്തുണ്ടാവും, കുറേ അസംഷൻസ് ഉണ്ടാവും. അതാണ് ഹൈപ്പോത്തിസിസ്. അപ്പോൾ ഈ അസംഷൻസ് ഉണ്ടാകുമ്പം ഈ അസംഷൻസ് ശരിയാണോ നോക്കണ്ടേ. ഇപ്പോൾ ഫോർമുലേഷൻ ഓഫ് റിസർച്ച് പ്രോബ്ലം നമുക്ക് പറയാം. കോവിഡ് എന്താണ്, നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു റിസർച്ച് പ്രോബ്ലമാണ് അല്ലേ. നമ്മൾ രണ്ടാമത് എന്താ നടത്തുന്നത്, കോവിഡിനെ നമുക്ക് ഒഴിവാക്കണം. അതിന് നമ്മൾ എന്താ ചെയ്യുന്നത്, ലിറ്ററേച്ചർ സർവേ നടത്തും. കോവിഡ് വരാനുള്ള കാരണം, പ്രിക്വേഷൻസ്, മാസ്ക് വയ്ക്കണം, സാനിറ്റൈസർ വയ്ക്കണം. അപ്പോൾ ഇതൊക്കെ ഈ ലിറ്ററേച്ചർ സർവേയിൽ വരും. അപ്പം അടുത്ത് നമുക്ക് വരുന്നത് ഹൈപ്പോത്തിസിസ് ആണ്, അസംഷൻസ്. നമുക്കിതെങ്ങനെ പൂർണ്ണമായിട്ടും മാറ്റാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രിപ്പയറിങ് ദ റിസർച്ച് ഡിസൈൻ. ഒരു റിസർച്ച് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നു, അതിനൊരു ഡിസൈൻ കൊണ്ടുവരുന്നു. ഡിസൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നടത്താൻ പോകുന്ന സ്റ്റഡിയുടെ ഔട്ട്ലൈനിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിസൈൻ എന്ന് പറയുന്നത്. അടുത്ത ഡിറ്റർമൈനിങ് സാമ്പിൾ ഡിസൈൻ. എന്താ സാമ്പിൾ ഡിസൈൻ? നമുക്കൊരു ഇൻഫർമേഷൻ കളക്ട് ചെയ്യണമെങ്കിൽ, ഇപ്പോൾ തിരുവനന്തപുരം പാർലമെൻറ്റിൽ ആര് ജയിക്കും, നമുക്ക് അങ്ങനെ ഒരു ഇൻഫർമേഷൻ കളക്ട് ചെയ്യണം. ഇൻഫർമേഷൻ കളക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അവിടെയുള്ള ആളുകളടുത്ത് ചെന്ന് ചോദിക്കണം. അതായത് ടോട്ടൽ വലിയ പോപ്പുലേഷനിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, കുറച്ച് സാമ്പിൾ ഡിസൈൻ എന്ത് ചെയ്യുന്നു, നടത്തുന്നു. മനസ്സിലായി? കുറേ സാമ്പിളായിട്ടുള്ള ആളുകളെടുത്ത് അവരുടെ ഒപ്പീനിയനൊക്കെ കളക്ട് ചെയ്ത് നമ്മളൊരു നിഗമനത്തിൽ എത്തുന്നു. പിന്നെയാണ് കളക്ഷൻ ഓഫ് ഡേറ്റ. ഒരുപാടുണ്ട്. പ്രൈമറി ഡേറ്റ, സെക്കൻഡറി ഡേറ്റ, ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ കളക്ഷൻ ഓഫ് ഡേറ്റ എന്ന് പറയുന്നത്. പിന്നെ അടുത്ത് പറയുന്നത് എന്താണ്, എക്സിക്യൂഷൻ ഓഫ് ദി പ്രോജക്റ്റ്. എന്താണ് എക്സിക്യൂഷൻ ഓഫ് ദി പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് വച്ച ഈ പറയുന്ന ഇൻഫർമേഷൻ വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ പ്രോജക്റ്റ് എക്സിക്യൂഷൻ ചെയ്യാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഡേറ്റ അനാലിസിസ് ചെയ്യുന്നു, നമ്മുടെ അസംഷൻസ് ശരിയാണോ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു, പിന്നെ എന്ത് ചെയ്യുന്നു, അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു, നമ്മൾ ലാസ്റ്റ് ഒരു റിപ്പോർട്ട് തയ്യാറാക്കുന്നു. അപ്പോൾ ഇതാണ് ഒരു റിസർച്ചിൻ്റെ പ്രോബ്ലം എന്ന് പറയുന്നത്. ആദ്യം എന്താണ്, ഫോർമുലേഷൻ ഓഫ് റിസർച്ച് പ്രോബ്ലം. പിന്നെ ആ പ്രോബ്ലത്തിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ലിറ്ററേച്ചർ സർവേ നടത്തുന്നു. അപ്പോൾ നമ്മുടെ മനസ്സിൽ കുറച്ച് അസംഷൻസ് വരാതെ ഹൈപ്പോത്തിസിസ്. ഇപ്പോൾ ഈ അസംഷൻസ് ശരിയാണോ ഇല്ലേ നോക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു റിസർച്ച് ഡിസൈൻ നമ്മൾ ഫോർമുലേറ്റ് ചെയ്യുന്നു. അതിനുവേണ്ടി നമ്മൾ കുറേ ആളുകളെ തിരഞ്ഞെടുക്കുന്നു. അതാണ് സാമ്പിൾ ഡിസൈൻ. അവരിൽ നിന്ന് നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുന്നു. ഡേറ്റ പലതരത്തിലുണ്ട്. പിന്നെ എന്ത് ചെയ്യുന്നു, ഈ ഡേറ്റയൊക്കെ വെച്ച് നമ്മളൊരു പ്രോജക്റ്റ് എക്സിക്യൂഷൻ ചെയ്യുന്നു. പിന്നെ ഈ ഡേറ്റ നമ്മൾ അനാലിസിസ് ചെയ്യുന്നു. നമ്മുടെ മനസ്സിലുള്ള അസംഷൻസ് ശരിയാണോ നോക്കാൻ ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ചെയ്യുന്നു. പിന്നെ ഒരു ഇൻ്റർപ്രിട്ടേഷനിലെത്തുന്നു. നമ്മളൊരു പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കി വെക്കുന്നു. ഇനി ഇവിടെ നമ്മൾ പഠിച്ച അസംഷൻസ്, അതായത് ഹൈപ്പോത്തിസിസ് ആണ്. ഏതൊരു സ്റ്റഡിയിലോട്ട് ഇറങ്ങി ചെല്ലുമ്പോഴും നമ്മുടെ മനസ്സിൽ കുറച്ച് ചിന്തകളൊക്കെ വരും. അല്ലെങ്കിൽ ഇതായിരിക്കും ശരി, അതായിരിക്കും ശരി എന്നൊക്കെ നമ്മുടെ മനസ്സിൽ എന്ത് ചെയ്യും, കുറേ ചിന്തകൾ വരും. അപ്പോൾ ഇതാണ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നോക്കിയേ, ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. എന്താണ് അല്ലേ, നമ്മുടെ മനസ്സിലുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇത് നമ്മൾ ടെസ്റ്റ് ചെയ്യണം. എന്തിന്, വെരിഫൈഡ് ഓർ റിജക്റ്റഡ്. ഇതെന്താണ്, ശരിയാണോ, അല്ലെങ്കിൽ നമ്മൾ ഇതിനെ എടുക്കണോ, അല്ലെങ്കിൽ ഇതിനെ റിജക്റ്റ് ചെയ്യണോ എന്ന് അറിയാൻ നമ്മൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന ഹൈപ്പോത്തിസിസ് നമ്മൾ എന്ത് ചെയ്യണം, സെറ്റ് ചെയ്യണം. ഓക്കെ, അപ്പം നമ്മളൊരു പ്രോബ്ലത്തിലോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ ഒരുപാട് അസംഷൻസ് വരൂലേ. ഇപ്പോൾ ട്രിവാൻഡ്രം പാർലമെൻറ്റിൽ ആര് ജയിക്കും? അപ്പോൾ നിങ്ങൾക്ക് ഒരു പൊളിറ്റിക്കൽ വ്യൂ ഇല്ലെങ്കിലും നിങ്ങളുടെ മനസ്സിലൊരു അസംഷൻ കാണും, ഇന്ന ആളെ ജയിക്കുള്ളൂ എന്ന് പറഞ്ഞ്. അതങ്ങനെ വരാനുള്ള കാരണം എന്താ? അതാണ് ഇവിടെ സോഴ്സസ് ഓഫ് ഹൈപ്പോത്തിസിസിൽ പറയുന്നത്. ഒന്ന് തിയറി, നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ. ഒബ്സർവേഷൻ, നിങ്ങൾ കണ്ടനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ അല്ലേ. ട്രിവാൻഡ്രത്ത് ഇന്ന ആളെ ജയിക്കുള്ളൂ, ആ മേഖലകളൊക്കെ ഇങ്ങനെയാണ് എന്ന് നമുക്ക് എന്ത് ചെയ്യും,
മനസ്സിലാക്കാനായിട്ട് പറ്റും. എന്നിട്ട് നമ്മളതിൻ്റെ അനലോഗീസ് നമ്മളതിനെ ശാസ്ത്രീയപരമായിട്ട് നോക്കും. പിന്നെ അടുത്ത് എന്താ പറയണേ, ഇൻറ്റ്യൂഷൻ ആൻഡ് പേഴ്സണൽ എക്സ്പീരിയൻസ്. നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഒക്കെ വച്ച് അല്ലെങ്കിൽ നമ്മുടെ എന്താണ് സാമൂഹ്യപരമായിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ വച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പല കാര്യങ്ങളും ചിന്തിക്കാനായിട്ട് പറ്റും. പിന്നെ ഫൈൻഡിങ്സ് ആൻഡ് സ്റ്റഡീസ്. നമ്മൾ പണ്ട് എന്തെങ്കിലും റിസർച്ചൊക്കെ നടത്തി നമ്മൾ എന്തെങ്കിലും ആ ക്വസ്റ്റ്യൻസ് ഫൈൻഡിങ്സ് ചെയ്തിട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവും. അങ്ങനെ ഈ ഹൈപ്പോത്തീസിസ് എന്ത് ചെയ്യാം, ഫോർമുലേറ്റ് ചെയ്യാം. പിന്നെ നമ്മുടെ കൾച്ചറൊക്കെ വെച്ചായിരിക്കും നമ്മുടെ എന്ത് ചെയ്യുന്നത്, മനസ്സിൽ പല ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസറും ഒക്കെ വരുന്നത്. അപ്പോൾ ഹൈപ്പോത്തീസിസിൻ്റെ സോഴ്സ് എന്ന് പറഞ്ഞാൽ, അതായത് ഒരു റിസർച്ച് സ്റ്റഡി നടത്തുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന അസംഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹൈപ്പോത്തീസിസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ സോഴ്സ് എന്തൊക്കെയാണ്, തിയറി, നമ്മുടെ അസംഷൻ നമ്മൾ പഠിച്ചിട്ടുള്ള തിയറി വച്ചിട്ടായിരിക്കും ഫോർമുലേറ്റ് ചെയ്യുന്നത്. പിന്നെ ഒബ്സർവേഷൻ, അനലോഗീസ്, ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് പേഴ്സണൽ എക്സ്പീരിയൻസ്, ഫൈൻഡിങ് ആൻഡ് സ്റ്റഡീസ്, കൾച്ചർ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യണം, ഹൈപ്പോത്തീസിസിൻ്റെ കൂടെ പഠിച്ചിരിക്കണം. ഇനി അടുത്ത് പറയുന്നത് എന്താണ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗുഡ് ഹൈപ്പോത്തീസിസ്. ഒരു ഹൈപ്പോത്തീസിസിൻ്റെ നല്ല ക്യാരക്ടറിസ്റ്റിക്സ്. ഒന്ന്, കോൺസെപ്ച്വൽ ക്ലാരിറ്റി. നമ്മൾ നടത്തുന്ന അല്ലെങ്കിൽ നമ്മുടെ അസംഷൻസ് അത് അങ്ങനെയാണോ അതങ്ങനെയല്ലേ, അങ്ങനെയൊന്നുമല്ല. നമുക്ക് ക്ലിയർ ആയിട്ടുള്ള എന്താണ് നമ്മുടെ അസംഷൻ അത് നമുക്ക് കൃത്യമായിട്ട് പ്രതിപാദിക്കാനായിട്ട് പറ്റണം. പിന്നെ എന്താണ് സ്പെസിഫിസിറ്റി, അല്ലേ? അസംഷൻസ് എന്തിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്, എന്തുകൊണ്ട് അസംഷൻസ് വന്നു എന്ന് നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ക്ലാരിഫൈ ചെയ്തിരിക്കണം. നമ്മുടെ മനസ്സിലുള്ള അസംഷൻസ് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റണം. അതാണ് ടെസ്റ്റബിലിറ്റി, അല്ലേ? അസംഷൻസ് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ നോക്കണ്ടേ. അതിന് പല സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡും ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കണമെങ്കിൽ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ടെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റണം. പിന്നെ അടുത്ത് എന്താ പറയണേ, അവൈലബിലിറ്റി ഓഫ് ടെക്നിക്സ്, അല്ലേ? ഈ പറയുന്ന ഹൈപ്പോത്തീസിസ് ടെസ്റ്റ് ചെയ്യാനുള്ള ടെക്നിക്സ് ഒക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഹൈപ്പോത്തീസിസ് എപ്പോഴും കൺസിസ്റ്റൻ്റ് ആയിരിക്കണം, സ്ഥിരമായിരിക്കണം. നമ്മുടെ അസംഷൻസ് നമ്മൾ ഇടയ്ക്ക് വെച്ച് മാറ്റാനായിട്ട് പാടില്ല. നമുക്കൊരു അസംഷൻസ് ഉണ്ടായി, അത് ശരിയാണോ തെറ്റാണോ എന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നോക്കേണ്ടത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ടൈപ്പ് ഓഫ് ഹൈപ്പോത്തീസിസ്, അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി നമുക്കുണ്ടായ അസംഷൻസ് എങ്ങനെയൊക്കെ ടെസ്റ്റ് ചെയ്യാം, അതാണ് ടെസ്റ്റ് ഓഫ് ഹൈപ്പോത്തീസിസ് എന്ന് പറയുന്നത്. ഒന്നാമത്തത് ഡിസ്ക്രിപ്റ്റീവ് ഹൈപ്പോത്തീസിസ്. ഒന്നാമത്തെ എന്താണ്, ഡിസ്ക്രിപ്റ്റീവ് ഹൈപ്പോത്തീസിസ്. ഇവിടെ പറയുന്നുണ്ട്, ദീസ് ആർ പ്രൊപ്പോസിഷൻ ദേ ഡിസ്ക്രൈബ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വേരിയബിൾ. ഇതാ നോക്കിയേ, ദ വേരിയബിൾ മേ ബി ആൻ ഒബ്ജക്റ്റ്, പേഴ്സൺ, ഓർഗനൈസേഷൻ, സിറ്റുവേഷൻ ഓർ ഈവൻറ്റ്. ഓക്കെ, ഇവിടെ പറയുന്നത് എന്താണ്, ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ പ്രസ്താവിച്ച് പറയുകയാണെങ്കിൽ നമുക്കതിന് എന്ത് പറയാം, ഡിസ്ക്രിപ്റ്റീവ് ഹൈപ്പോത്തീസിസ് എന്ന് പറയാം. ഓക്കെ, ഒന്നുകിൽ ആ മാറ്റർ, ആ വേരിയബിൾ എങ്ങനെയുള്ളതായിരിക്കണം, ഒരു ഒബ്ജക്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു പേഴ്സൺ ആയിരിക്കണം, ഒരു ഓർഗനൈസേഷൻ ആയിരിക്കണം, ഒരു സിറ്റുവേഷൻ ആയിരിക്കണം, ഒരു ഈവൻ്റ് ആയിരിക്കണം. ഇവിടെ പറയുന്നുണ്ട്, ഇവിടെ എന്താ പറയുന്നത്, ഒരു ഒബ്ജക്റ്റ് ആണ് പറയുന്നത്. ദ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് എമംഗ് ആർട്സ് ഗ്രാജുവേറ്റ് ഈസ് ഹയർ ദാൻ ദാറ്റ് ഓഫ് കൊമേഴ്സ് ഗ്രാജുവേറ്റ്. കൊമേഴ്സ് ഗ്രാജുവേറ്റിനെക്കാളും എന്താണ്, ആർട്സ് ഗ്രാജുവേറ്റിന് അൺഎംപ്ലോയ്മെൻറ്റ് കൂടുതലാണ്. അതൊരു പ്രസ്താവനയാണ്. ഇതാണ് ഡിസ്ക്രിപ്റ്റീവ് ഹൈപ്പോത്തീസിസ്. ഇനി റേഷണൽ ഹൈപ്പോത്തീസിസ്. എന്താ റേഷണൽ ഹൈപ്പോത്തീസിസ്? ദീസ് ആർ ദ പ്രൊപ്പോസിഷൻ വിച്ച് ഡിസ്ക്രൈബ് ദ റിലേഷൻ ബിറ്റ്വീൻ ടു വേരിയബിൾ. ഇവിടെ രണ്ട് വേരിയബിൾ വച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അസംഷൻസ് ഉണ്ടാകുന്നത്. ഓക്കെ, ഈ വേരിയബിളിനെ നമ്മൾ എന്ത് പറയും, ചിലപ്പോൾ നമുക്ക് ഡിപ്പെൻഡൻറ്റ് വേരിയബിളും ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പറയാം. കാഷ്വൽ ഹൈപ്പോത്തീസിസിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് വേരിയബിളാണ് നമ്മളോട് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തേത് പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ്, അല്ലേ? ഒരു അസംഷൻസ് നമുക്ക് പോസിറ്റീവായിട്ടും വരാം, നെഗറ്റീവായിട്ടും വരാം. ഇനി എന്താണ് കാഷ്വൽ ഹൈപ്പോത്തീസിസ്? കാഷ്വൽ ഹൈപ്പോത്തീസിസിലും ഇവിടെ എന്താണ്, രണ്ട് വേരിയബിൾ ഉണ്ട്. ഒന്നാമത്തെ എന്താണ്, വൺ വേരിയബിൾ കോസസ് ഫോർ ലീഡ് ടു ആൻ എഫക്റ്റ് ഓൺ അതർ വേരിയബിൾ. ഫസ്റ്റ് വേരിയബിളിനെ നമ്മൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്നും മറ്റേ വേരിയബിളിനെ നമുക്ക് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്നും പറയാം. ഫോർ എക്സാമ്പിൾ, മഴയും അംബ്രലയും, അല്ലേ? റെയിനും അംബ്രലയും, മഴയും കുടയും തമ്മിൽ എന്തുണ്ട്, ഒരു ബന്ധമുണ്ട്, അല്ലേ? കാരണം എന്താണ്, മഴയെന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും കുട ഡിപ്പെൻഡൻറ്റ് വേരിയബിളുമാണ്. കുട എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, മഴേനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് കാഷ്വൽ ഹൈപ്പോത്തീസിസ് എന്ന് പറയുന്നത്. പിന്നെ കോമൺ സെൻസ് ഹൈപ്പോത്തീസിസ്, അതായത് പൊതുവായിട്ടുള്ള ഐഡിയാസ് വച്ച് നമ്മളൊരു അസംഷൻസ് കൊണ്ടുവരികയാണെങ്കിൽ കോമൺ സെൻസ് എന്ന് പറയും. അതങ്ങനെ ആവാം. അപ്പോൾ നമ്മൾ ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് നീ അങ്ങനെ ആവാമെന്ന് പറഞ്ഞത്? ബിക്കോസ് ഓഫ് കോമൺ സെൻസ്. ഓക്കെ, അത്രയേ ഉള്ളൂ. അടുത്തിന് എന്താണ്, അനലിറ്റിക്കൽ ഹൈപ്പോത്തീസിസ്. അനലറ്റിക് വേരിയബിൾ വച്ച് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഹൈപ്പോത്തീസിസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അനലറ്റിക്കൽ ഹൈപ്പോത്തീസിസ് എന്ന് പറയുന്നത്. നൾ ഹൈപ്പോത്തീസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്,
ഇവിടെ വേരിയബിൾ 0 ആയിരിക്കും, ഒന്നുമില്ല. ഇങ്ങനെയുള്ള വേരിയബിൾസിനെയൊക്കെ നമുക്ക് എന്ത് പറയാം? നൾ ഹൈപ്പോത്തിസിസ് എന്ന് പറയാം. ക്ലിയർ ആയിട്ട് പഠിക്കുക. ഇനി ഫാൾസ് ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ അസംഷൻസ് അൺസാറ്റിസ്ഫറി ആണെങ്കിൽ, അല്ലെ, അൺസാറ്റിസ്ഫാക്ടറി ആണെങ്കിൽ നമുക്ക് കിട്ടിയ ആൻസർ എന്ത് ചെയ്യാം? തെറ്റാം. അപ്പം ഇങ്ങനെയുള്ള ഹൈപ്പോത്തിസിസിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫാൾസ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യുക? പഠിക്കുക. പിന്നെ അടുത്ത് പറയുന്നത് എക്സ്പ്ലെയിൻ ടൈപ്പ് ഓഫ് റിസർച്ച്. ഒന്നാമത്തെ ഡിസ്ക്രിപ്റ്റീവ് വേഴ്സസ് അനലിറ്റിക്കൽ റിസർച്ച്. എന്താണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറഞ്ഞാൽ? ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറഞ്ഞാൽ ഒരു ഫാക്ട് ഫൈൻഡിങ് റിസർച്ചാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ എന്താണ്? നിലവിലുള്ള വേരിയബിളുകൾ വെച്ച് അതൊക്കെ ശരിയാണോ തെറ്റാണോ നോക്കുന്നതാണ് ഏത്? ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു ഫാക്ട് ഫൈൻഡിങ് റിസർച്ചാണ്. പക്ഷേ അനലിറ്റിക്കൽ റിസർച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഇവിടെ ഡിസ്ക്രിപ്റ്റീവിൽ നമ്മൾ പുതിയ ഇൻഫർമേഷൻ കണ്ടുപിടിക്കണം. മനസ്സിലായോ? പുതിയ ഇൻഫർമേഷൻ നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. പക്ഷെ അനലിറ്റിക്കൽ അങ്ങനെയല്ല. ഓൾറെഡി ഉണ്ടോ ഇൻഫർമേഷൻ ഓൾറെഡി അവൈലബിൾ. അപ്പോൾ ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള ആ ഇൻഫർമേഷനെ വെച്ച് നമ്മൾ അനലിറ്റിക്കൽ ചെയ്ത് അല്ലെങ്കിൽ അനാലിസിസ് ചെയ്ത് നമ്മളൊരു നിഗമനത്തിൽ എത്തുന്നതാണ് ഏത്? അനലിറ്റിക്കൽ റിസർച്ച് എന്ന് പറയുന്നത്. അടുത്ത അപ്ലൈഡ് ആൻഡ് ഫണ്ടമെൻ്റൽ റിസർച്ച്. നമ്മൾ ഒരു റിസർച്ച് നടത്തുന്നത് നമുക്കൊരു പ്രാക്ടിക്കൽ ലൈഫിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റിയാൽ അത് അപ്ലൈഡ് റിസർച്ചാണ്. പക്ഷെ നമുക്ക് എന്താണ്? നമ്മളൊരു റിസർച്ച് നടത്തി അത് നമുക്ക് പ്രാക്ടിക്കൽ ലൈഫിലോട്ട് അല്ലെങ്കിൽ നമ്മുടെ റിയൽ ലൈഫിലോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ അത് നമുക്ക് എന്ത് പറയാം? ഫണ്ടമെൻ്റൽ റിസർച്ച് എന്ന് പറയാം. അതൊരു ജനറലൈസേഷൻ ആണ്. മനസ്സിലായോ? ഇനി അടുത്ത് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചും ക്വാളിറ്റേറ്റീവ് റിസർച്ചും. ക്വാളിറ്റേറ്റീവ് റിസർച്ച് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെഷർ ചെയ്യാനായിട്ട് പറ്റും. അതാണ് ഇവിടെ പറയുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത് എന്താണ്? മെഷർമെൻറ്റ് ഓഫ് ക്വാണ്ടിറ്റി ഓർ എമൗണ്ട്. അപ്പോൾ ഇതിനെയാണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറഞ്ഞാൽ അതൊരു ബിഹേവിയറൽ സയൻസ് ആണ്. ഓക്കെ, നമുക്കത് എന്ത് ചെയ്യാൻ പറ്റില്ല? പെട്ടെന്ന് മെഷർ ചെയ്യാനായിട്ട് പറ്റില്ല. പിന്നെ കോൺസെപ്ച്വൽ വേഴ്സസ് എംപിരിക്കൽ. കോൺസെപ്ച്വൽ റിസർച്ച് ഈസ് ദാറ്റ് റിലേറ്റഡ് ടു സം അബ്സ്ട്രാക്റ്റ് ഐഡിയാസ് ഫോർ തിയറി, അല്ലേ? എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺസെപ്ച്വൽ എന്ന് പറഞ്ഞാൽ നമ്മളൊരു പർട്ടിക്കുലർ തിയറിയിലെ എന്താണ് കണ്ടന്റ്, എന്താണ് അതിൻ്റെ കൺസെപ്റ്റ്, അത് വെച്ച് നമ്മൾ റിസർച്ച് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? കൺസെപ്ച്വൽ എന്ന് പറയുന്നത്. ഇനി എംപിരിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പെരിമെൻറ്റ്. ഓക്കെ, റിയൽ അനുഭവങ്ങളൊക്കെ വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? വിലയിരുത്തുന്നതാണ് എംപിരിക്കൽ റിസർച്ച് എന്ന് പറയുന്നത്. പിന്നെ അടുത്ത് വൺ ടൈം റിസർച്ച് ഓർ ലോങ്ങിറ്റ്യൂഡിനൽ റിസർച്ച്. എന്താണ് വൺ ടൈം റിസർച്ച്? വൺ ടൈം റിസർച്ച് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഈ റിസർച്ച് നമുക്കൊരു സിംഗിൾ ടൈമിൽ മാത്രമേ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ 2017 അൺഎംപ്ലോയ്മെൻറ്റ് നിരക്ക് അത് 2017 മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പിന്നെ ലോങ്ങിറ്റ്യൂഡിനൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കുറേ കാലം നിൽക്കുന്ന റിസർച്ച്. അത് 1 ഇയർ മാത്രമല്ല, കുറേ കാലം നിലനിൽക്കുന്ന റിസർച്ചിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ലോങ്ങിറ്റ്യൂഡിനൽ റിസർച്ച് എന്ന് പറയുന്നത്. പിന്നെ ലബോറട്ടറി റിസർച്ച് ആൻഡ് ഫീൽഡ് സെറ്റിംഗ് റിസർച്ച്. എന്താണ് ലബോറട്ടറി റിസർച്ച്? ദിസ് ക്ലാസിഫിക്കേഷൻ ഓൺ ദി ബേസിസ് ഓഫ് ദി എൻവയോൺമെൻറ്റ് ഇൻ വിച്ച് റിസർച്ച് ഈസ് ക്യാരിഡ് ഔട്ട്. നോക്കിയാൽ ലാബ് ഓർ ലബോറട്ടറി. നമ്മൾ എന്ത് ചെയ്യുന്നു? അവിടെ എന്താണ് ഈ ലബോറട്ടറി റിസർച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ നടത്തുന്നത് എവിടെയായിരിക്കും? ലാബ് ഓർ ലബോറട്ടറിയിൽ ആയിരിക്കും. പിന്നെ അടുത്ത് ഹിസ്റ്റോറിക്കൽ റിസർച്ച്. ഹിസ്റ്റോറിക്കൽ റിസർച്ച് എന്ന് പറഞ്ഞാൽ ഒരിക്കൽ നടന്നു പോയ കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റിസർച്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഹിസ്റ്റോറിക്കൽ സോഴ്സ് ഓഫ് ഡോക്യുമെൻറ്റേഷൻ വച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന ഹിസ്റ്റോറിക്കൽ റിസർച്ച് നടത്താനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ആണ്ടോ, ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്, അനലിറ്റീവ് റിസർച്ച് പറഞ്ഞു. പിന്നെ എന്താ? അപ്ലൈഡ് ആൻഡ് ഫണ്ടമെൻ്റൽ റിസർച്ച് പറഞ്ഞു. ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് പറഞ്ഞു. കൺസെപ്ച്വൽ ആൻഡ് എംപിരിക്കൽ റിസർച്ച് പറഞ്ഞു. വൺ ടൈം റിസർച്ച് ആൻഡ് ലോങ്ങിറ്റ്യൂഡിനൽ റിസർച്ച് പറഞ്ഞു. പിന്നെന്താ? ലബോറട്ടറി റിസർച്ച് ആൻഡ് ഫീൽഡ് സെറ്റിംഗ് റിസർച്ച്. പിന്നെ ഹിസ്റ്റോറിക്കൽ റിസർച്ച്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു? ക്ലിയർ ആയിട്ട് പഠിച്ചു. ഓക്കെ, ഇനി നമ്മൾ പഠിക്കുന്നത് റിസർച്ച് ഡിസൈൻ. എന്താണ് റിസർച്ച് ഡിസൈൻ? റിസർച്ച് ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഒരു റിസർച്ച് എങ്ങനെ ചെയ്യാം എന്ന് നമ്മൾ ഡിസൈൻ ചെയ്ത് വയ്ക്കുന്നു, അല്ലെങ്കിൽ അതിനൊരു ഔട്ട്ലേ കൊടുക്കുന്നു. നമ്മുടെ റിസർച്ച് സ്റ്റഡിക്ക് നമ്മളൊരു ഔട്ട്ലേ കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡിസൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു റിസർച്ച് എങ്ങനെ ചെയ്യാം എന്നുള്ളത് നമ്മളൊരു സ്ട്രക്ചർ കൊടുക്കുന്നതിനെയാണ് റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയേ, ഈ റിസർച്ച് ഡിസൈൻ ഈസ് എ ലോജിക്കൽ ആൻഡ് സിസ്റ്റമാറ്റിക് പ്ലാനിങ് ഇൻ ഡയറക്റ്റിംഗ് ദ റിസർച്ച്. കണ്ടോ, ഒരു റിസർച്ചിനെ ഡയറക്റ്റ് ചെയ്യുന്നത്, സിസ്റ്റമാറ്റിക് പ്ലാൻ ചെയ്ത് ആ റിസർച്ച് എങ്ങനെ ചെയ്യാം എന്ന് കുറേ ഡയറക്ഷൻസ് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നതിനെയാണ് റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്.
ഓക്കെ. പിന്നെ അടുത്ത് എന്താ പറയുന്നത്, ദ ഡിസൈൻ റിസർച്ച് ഫ്രം ട്രാൻസ്ലേറ്റിംഗ് ഇൻ ജനറൽ സയൻറ്റിഫിക് മോഡൽ ഇൻ ടു വാരീഡ് റിസർച്ച് പ്രോബ്ലം ബട്ട് ഇൻ പ്രാക്ടീസസ് ഈസ് മോസ്റ്റ് ഓഫ് ദി ബേസിസ് ഇറ്റ് ഈസ് ജസ്റ്റ് എ പ്ലാൻ ഓഫ് സ്റ്റഡി. ഓക്കെ, അതായത് റിസർച്ച് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിച്ച് വച്ചിട്ടുള്ള അസംഷൻസ്, ഹൈപ്പോത്തിസിസ്, അതെന്ത് ചെയ്യുന്നു, ഒരു സയൻറ്റിഫിക് മോഡലിൽ എന്ത് ചെയ്യുന്നു, കൺവെർട്ട് ചെയ്യുന്നു. അല്ലെങ്കിൽ നമ്മുടെ സ്റ്റഡി, ഒരു ശാസ്ത്രീയപരമായിട്ടുള്ള നമ്മൾ തീരുമാനിച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങൾ ഒരു ശാസ്ത്രീയപരമായിട്ടുള്ള സ്റ്റഡിയിലൂടെ എന്ത് ചെയ്യുന്നു, അത് പുറത്തു കൊണ്ടുവരുന്നു. പിന്നെ അടുത്ത് എന്താ പറയുന്നത്, ഇതൊരു പ്ലാനാണ്. ഓക്കെ, എങ്ങനെ ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്യാം എന്നുള്ള ഒരു പ്ലാനിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. നമ്മൾ വേറെ അതിലൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ഒരു റിസർച്ച് എങ്ങനെ കണ്ടക്ട് ചെയ്യാം എന്നുള്ള ഒരു ഔട്ട്ലൈനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. ഇനി ഫീച്ചേഴ്സ് ഓഫ് റിസർച്ച് ഡിസൈൻ. ഓക്കെ, ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്ലാൻ ദാറ്റ് സ്പെസിഫൈസ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് സ്റ്റഡി ആൻഡ് ദി ഹൈപ്പോത്തിസിസ് ടു ബി ടെസ്റ്റഡ്. ഓക്കെ, അതായത് നല്ലൊരു റിസർച്ച് ഡിസൈൻ്റെ ഒരു ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ, ഒന്ന് എന്താണ്, ഒബ്ജക്റ്റീവ്, ഒരു റിസർച്ചിൻ്റെ ലക്ഷ്യം എന്താണെന്ന് കൃത്യമായിട്ട് പ്രതിപാദിച്ചിരിക്കണം. പിന്നെ അതിൻ്റെ അസംഷൻസ് ശാസ്ത്രീയപരമായിട്ടുള്ള രീതിയിൽ ടെസ്റ്റ് ചെയ്തിരിക്കണം. ഓക്കെ, അതിൻ്റെ ഹൈപ്പോത്തിസിസ് എങ്ങനെ, ശാസ്ത്രീയപരമായിട്ടുള്ള രീതിയിൽ നമ്മുടെ അസംഷൻസ് ശരിയാണോ തെറ്റാണോ എന്ന് നമ്മൾ കൃത്യമായിട്ട് ടെസ്റ്റ് ചെയ്തിരിക്കണം. അത് ഒന്നാമത്തെ ഫീച്ചർ. രണ്ടാമത്തെ ഫീച്ചർ, ശരിക്കും ഞാൻ ഈ അടയാളപ്പെടുത്തുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നാൽ മതി. ഫീച്ചേഴ്സ് ഓഫ് റിസർച്ച് ഡിസൈൻ എന്ന് പറഞ്ഞാൽ സ്പെസിഫൈസ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് സ്റ്റഡി. ഒരു റിസർച്ചിൻ്റെ സ്റ്റഡി എന്ത് ചെയ്യുക, എന്താണ് നമ്മളവിടെ നോക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്, എന്താണ് ഒരു റിസർച്ചിൻ്റെ ലക്ഷ്യം എന്നുള്ളത് കൃത്യമായിട്ട് പ്രതിപാദിക്കുക. പിന്നെ നമ്മുടെ അസംഷൻസ് അവിടെ ടെസ്റ്റ് ചെയ്തിരിക്കണം. പിന്നെ അടുത്ത് എന്താ പറയണത്, ഇറ്റ് ഈസ് ആൻ ഔട്ട്ലൈൻ ദാറ്റ് സ്പെസിഫൈസ് ദ സോഴ്സസ് ആൻഡ് ദി ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ. കണ്ടോ, എവിടെ നിന്നൊക്കെയാണ് നമുക്ക് റിസർച്ചിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ് കിട്ടിയത്, അതിൻ്റെ സോഴ്സസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ ഫീച്ചേഴ്സിൽ കൃത്യമായിട്ട് കാണിച്ചിരിക്കണം. ഓക്കെ, പിന്നെ എന്താണ്, ഒരു റിസർച്ച് ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഒരു ബ്ലൂ പ്രിൻ്റ് ആണ് അഡോപ്റ്റഡ് ഗ്യാതറിംഗ് ആൻഡ് അനാലിസിസ് ഓഫ് ഡേറ്റ. ഓക്കെ, നമ്മൾ ടോട്ടൽ ഒരു പർട്ടിക്കുലർ സ്റ്റഡിയെക്കുറിച്ച് നമ്മൾ കളക്ട് ചെയ്ത ടോട്ടൽ ഇൻഫർമേഷൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റ് ആണ് ഏത്, റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. പിന്നെ അടുത്ത് എന്താ പറയണത്, ഇറ്റ്സ് എ സ്കീം ഡിഫൈനിങ് ദ പ്രൊസീജിയർ ഇൻവോൾവ്ഡ് ഇൻ റിസർച്ച് പ്രോസസ്. കണ്ടോ, ഒരു റിസർച്ച് പ്രോസസ് സ്റ്റാർട്ടിങ് മുതൽ അതിൻ്റെ എൻഡ് വരെ എങ്ങനെ നടത്താം എന്നുള്ള ഒരു ഡീറ്റെയിൽഡ് പ്രൊസീജിയറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. അല്ലേ, ഡിസൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു, ഡിസൈൻ ചെയ്യുക, ഈ സ്റ്റഡി എങ്ങനെ നടത്താമെന്ന് ഡിസൈൻ ചെയ്യുക. അപ്പോൾ ഈ സ്റ്റഡിയിലോട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ നിഗമനത്തിലോട്ട് നമ്മൾ എങ്ങനെയാണ് എത്തുന്നത് എന്നുള്ള ഒരു പ്രൊസീജിയർ, ഇൻട്രൊഡക്ഷൻ മുതൽ കൺക്ലൂഷൻ വരെയുള്ള പ്രൊസീജിയർ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ഫീച്ചേഴ്സ് ഓഫ് റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. ഇനി നോക്കിയോ, ഫീച്ചേഴ്സ് ഓഫ് ഗുഡ് ഡിസൈൻ. ഒരു നല്ലൊരു റിസർച്ച് ഡിസൈനിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ഒന്ന് ഫ്ലെക്സിബിലിറ്റി. ഇടയ്ക്ക് വെച്ച് നമ്മുടെ അസംഷനിലോ എന്തെങ്കിലും ഒരു കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു മിസ്റ്റേക്ക് വന്നാൽ നമുക്കത് ചേഞ്ച് കൊണ്ടുവരാനായിട്ട് പറ്റണം. എഫിഷ്യൻ്റ് ആയിരിക്കണം. നമ്മൾ വെറുതെ ഡിസൈൻ മാത്രം ചെയ്തു വെച്ചാൽ പോരാ, ആ ഡിസൈൻ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, റിസർച്ച് കൊണ്ടുപോകാനായിട്ട് പറ്റണം. പിന്നെ അപ്രോപ്രിയേറ്റ് ആയിരിക്കണം, നീഡ്ഫുൾ ആയിരിക്കണം, എക്കണോമിക്കലായിരിക്കണം. നമ്മൾ സാധാരണയുള്ള സയൻറ്റിഫിക് മെത്തേഡ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡൊക്കെ ഉപയോഗിച്ചാണ് നമ്മൾ റിസർച്ച് കണ്ടക്ട് ചെയ്യേണ്ടത്. അവിടെ എന്താണ്, നമ്മൾ വലിയ രീതിയിലുള്ള മെത്തേഡ്സ് ഒന്നും അവിടെ ഇൻവോൾവ് ചെയ്യണമെന്ന് ഇല്ല. പിന്നെ മിനിമം എറർ, തെറ്റുണ്ടാവാനുള്ള സാധ്യത കുറയ്ക്കുക. തെറ്റുണ്ടാവും, കാരണം നമ്മൾ സാമ്പിളൊക്കെ എടുക്കുന്നതിൽ ഒരുപാട് തെറ്റുണ്ടാവും. പിന്നെ മാക്സിമം റിലയബിലിറ്റി, കൂടുതൽ വിശ്വാസമുള്ളതാക്കി മാറ്റണം. പിന്നെ അടുത്ത് എന്താണ്, സ്മോളസ്റ്റ് എക്സ്പെരിമെൻ്റൽ എററൊക്കെ എന്ത് ചെയ്യുക, അതിൻ്റെയൊക്കെ പോസിബിലിറ്റി മാക്സിമം കുറയ്ക്കുക. മാക്സിമം കണ്ടൻറ്റ് ഇൻഫർമേഷൻ എന്ത് ചെയ്യുക, ഈ പറയുന്ന റിസർച്ചിലോട്ട് കൊണ്ടുവരാനായിട്ട് നോക്കുക. അപ്പോൾ ഇതാണ് ഫീച്ചേഴ്സ് ഓഫ് ഗുഡ് റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത് ടൈപ്സ് ഓഫ് റിസർച്ച് ഡിസൈൻ. എന്തൊക്കെയാണ് ടൈപ്സ് ഓഫ് റിസർച്ച് ഡിസൈൻ? നമ്പർ 1 എക്സ്പ്ലോറട്ടറി റിസർച്ച് ഡിസൈൻ, അല്ലെങ്കിൽ നമ്മളതിനെ ഫോർമുലേറ്റീവ് റിസർച്ച് എന്ന് പറയും. അപ്പോൾ ഇവിടെ നോക്കിയേ, ഈ എക്സ്പ്ലോറട്ടറി റിസർച്ചിനെ മറ്റൊരു പേര് പറയും ഫോർമുലേറ്റ് റിസർച്ച്. എക്സ്പ്ലോറട്ടറി റിസർച്ചിന് നമ്മൾ എന്ത് പറയും, മറ്റൊരു പേര് പറയും ഫോർമുലേറ്റീവ് റിസർച്ച്. അതായത് ഇവിടെ റിസർച്ചറിന് കുറച്ച് നോളജ് മാത്രമേ കാണുള്ളൂ. ഓക്കെ, ഈ റിസർച്ച് ഡിസൈനിൽ റിസർച്ചറിന് കുറച്ച് നോളജ് മാത്രമേ കാണുള്ളൂ. അപ്പോൾ അയാൾ എന്ത് ചെയ്യും, ഈ കുറേ ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അയാളുടെ എൻഡിലോട്ട് എത്തുന്നത്. പിന്നെ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ഡിസൈൻ. ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറഞ്ഞാൽ ഒരു ഫാക്ട് ഫൈൻഡിങ് ഇൻവെസ്റ്റിഗേഷൻ ആണ്. ഓക്കെ, പിന്നെ എന്താണ്,
ഇതൊരു സാമ്പിൾ ടൈപ്പ് ഓഫ് റിസർച്ചാണ്. നമ്മൾ നടത്താൻ പോകുന്ന റിസർച്ചിൻ്റെ ഒരു ഡിസൈൻ നമ്മൾ സെറ്റ് ചെയ്ത് വയ്ക്കുന്നു. പിന്നെ ഇതെന്താണ്, ഇതൊരു ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷനാണ്, അല്ലെങ്കിൽ ഒരു ഫാക്ട് ഫൈൻഡിങ് ഇൻവെസ്റ്റിഗേഷനാണ്. കോവിഡിൻ്റെ ഉത്ഭവം എന്താണ്, അപ്പോൾ അതൊരു ഫാക്ട് ഫൈൻഡിങ് ഇൻവെസ്റ്റിഗേഷനാണ്. അതെന്താണ്, ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ഡിസൈനാണ്. ഇറ്റ് ഈസ് മോർ സ്പെസിഫിക് ദാൻ എക്സ്പ്ലോറട്ടറി സ്റ്റഡി. ഓക്കെ, ഈ എക്സ്പ്ലോറട്ടറി സ്റ്റഡിയേക്കാളും എന്താണ് കുറച്ചുകൂടി ഗുണമുള്ള റിസർച്ച് എന്ന് വെച്ചാൽ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചാണ്. കാരണം എക്സ്പ്ലോറട്ടറി റിസർച്ചിൽ എന്താണ്, കുറച്ച് അല്ലെങ്കിൽ നമ്മുടെ റിസർച്ച് കണ്ടക്ട് ചെയ്യുന്ന ആൾക്ക് സബ്ജക്റ്റിനെ കുറിച്ച് വളരെ കുറച്ച് നോളജ് മാത്രമേ കാണുള്ളൂ. ആക്ഷൻ റിസർച്ച് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, എന്താണ്, ഇതൊരു ടൈപ്പ് ഓഫ് ഇവാലുവേഷൻ സ്റ്റഡിയാണ്. ഓക്കെ, ഇറ്റ് ഈസ് എ കൺകറന്റ് ഇവാലുവേഷൻ സ്റ്റഡി ഓഫ് ആക്ഷൻ പ്രോഗ്രാം ലോഞ്ച്ഡ് ഫോർ സോൾവിങ് എ പ്രോബ്ലം. അതായത് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന റിസർച്ചിനെയാണ് ആക്ഷൻ റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. അതായത് നമ്മളിവിടെ വെറുതെ ഒരു ഡിസീസസിന് വേണ്ടിയിട്ട് നമ്മൾ റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നതല്ല. ആ റിസർച്ചിൻ്റെ കൺക്ലൂഷൻ നമ്മളൊരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ നമ്മൾ കോവിഡിൻ്റെ എന്താണ് പ്രതിരോധ മരുന്ന് കണ്ടുപിടിച്ചു, അത് കണ്ടുപിടിച്ചാൽ മാത്രം പോരാ, അത് റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചാൽ മാത്രം പോരാ, നമ്മളത് ആളുകളിൽ എന്ത് ചെയ്യുന്നു, അപ്ലൈ ചെയ്യുകയും കൂടി ചെയ്യുന്നു. അതാണ് ആക്ഷൻ റിസർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ആക്ഷൻ റിസർച്ചിനെ നമുക്ക് മറ്റൊരു പേരിൽ പറയപ്പെടാം, അപ്ലൈ റിസർച്ച് എന്ന് നമുക്ക് എന്ത് ചെയ്യാം, പറയാം. ക്ലിയർ ആയിട്ട് പഠിക്കുക. ഇപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ നമ്മൾ ടൈപ്പ് ഓഫ് റിസർച്ച് ഡിസൈനിൽ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഒന്ന്, എക്സ്പ്ലോറട്ടറി റിസർച്ച് ഡിസൈൻ. രണ്ട്, ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ഡിസൈൻ. മൂന്ന്, ആക്ഷൻ റിസർച്ച് ഡിസൈൻ. ഓക്കെ, പോയിന്റുകളൊക്കെ ജസ്റ്റ് ഒന്ന് ബുക്കിൽ എഴുതി പോവുക. ഇനി അടുത്ത് എക്സ്പ്ലെയിൻ ഡിഫറൻറ്റ് സാമ്പിളിംഗ് മെത്തേഡ്. എന്താണ് സാമ്പിളിംഗ് മെത്തേഡ്? ഇതൊരു യൂണിവേഴ്സൽ, ഇത് ടോട്ടൽ വേൾഡ് ആണെന്ന് വിചാരിക്കുക, അല്ലേ? നമുക്ക് റിസർച്ചിന് ആവശ്യമായിട്ടുള്ള ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട്. അതിനെ പിന്നെയും നമുക്ക് തരംതിരിക്കാം. പോപ്പുലേഷൻ, യൂണിവേഴ്സലിന് പിന്നെയും നമ്മൾ എന്തായി, പോപ്പുലേഷൻ ആക്കി. ഈ പോപ്പുലേഷനിൽ നിന്ന് നമ്മൾ ഒരു 100 പേരുണ്ടെങ്കിൽ 1-2 ആളുകളെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഇതിനെയാണ് സാമ്പിൾ എന്ന് പറയുന്നത്. നമ്മുടെ സ്റ്റഡിക്ക് വേണ്ടി 1-2 ആളുകളെ നമ്മൾ എന്ത് ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു. അതായത് ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, മൈക്കും പിടിച്ച് ഒരു ഏരിയയിൽ ചെല്ലും, അവിടെ 4-5 പേരുടെ ചോദിക്കും ഇവിടെ ആര് ജയിക്കും എന്നുള്ളത്. എന്നിട്ട് അവരൊരു സ്റ്റഡിയിലോട്ട് എത്തും, ഇന്ന ആൾക്കാണ് കൂടുതൽ സാധ്യത എന്ന്. അപ്പോൾ അവർ സെലക്ട് ചെയ്യുന്ന കുറച്ച് ആളുകൾ, ഇതിനെയാണ് സാമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സാമ്പിളിംഗ് മെത്തേഡ് മേ ബി ക്ലാസിഫൈഡ് ഇൻ ടു 2 ടൈപ്പ്. ഓക്കെ, പ്രോബബിലിറ്റി സാമ്പിളിങ്ങും നോൺ പ്രോബബിലിറ്റി സാമ്പിളിങ്ങും. ഓക്കെ, എന്താണ് പ്രോബബിലിറ്റി സാമ്പിളിംഗ്? നമുക്കറിയാം, പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങളുടെ ക്ലാസ്സിൽ 50 പേരുള്ള ക്ലാസ്സിൽ ഒരു ടീച്ചർ വന്ന് ഒരു 5 പേരെടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. അതെന്താണ്, പ്രോബബിലിറ്റിയാണ്, ഇല്ലേ? ടീച്ചറിന് ഇഷ്ടമുള്ളവരെ അല്ലെങ്കിൽ ടീച്ചർ പെട്ടെന്ന് കാണുന്നവരെ എണീപ്പിച്ച് നിർത്തി ക്വസ്റ്റ്യൻ ചോദിക്കും. അത് പ്രോബബിലിറ്റി അല്ലെങ്കിൽ റാൻഡം സാമ്പിളിംഗ് എന്ന് പറയാം. ഇനി അങ്ങനെ എന്താണ്, ഒരു മുൻവിധികളും ഇല്ലാതെ ആളുകളെ സെലക്ട് ചെയ്യുന്നതാണ് ഏത്, റാൻഡം സാമ്പിളിംഗ്. എന്തെങ്കിലും മുൻവിധികൾ വച്ച് ആളുകളെ സെലക്ട് ചെയ്യുന്നതാണ് നോൺ റാൻഡം സാമ്പിളിംഗ്. ഓക്കെ, അപ്പോൾ ഈ പ്രോബബിലിറ്റി സാമ്പിളിങ്ങിൽ പിന്നും കുറച്ച് ടൈപ്സ് ഉണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കിയാൽ, ഒന്ന്, സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്. രണ്ട്, സ്ട്രാറ്റിഫൈഡ് റാൻഡം. 3, സിസ്റ്റമാറ്റിക് റാൻഡം. ആ സിസ്റ്റമാറ്റിക് റാൻഡം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, ഇപ്പോൾ 1, 2, 3 എന്നൊക്കെ പറഞ്ഞ് ഒരു 4-5 പേരെ ഒരേ ഓർഡറിൽ എടുക്കുന്നതാണ്. അടുത്ത റാൻഡം സാമ്പിളിംഗ് വിത്ത് പ്രോബബിലിറ്റി പ്രൊപ്പോർഷണൽ ടു സൈസ്, ക്ലസ്റ്റർ സാമ്പിളിംഗ്, ഏരിയ സാമ്പിളിംഗ്. ഓക്കെ, അപ്പോൾ ബാക്ക് ബെഞ്ചസിനെ മാത്രം നമ്മൾ എടുക്കൂലേ, അതിനെയൊക്കെയാണ് നമ്മൾ ഏരിയ സാമ്പിളിംഗ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ പോയിന്റുകൾ കൃത്യമായിട്ട് പഠിക്കണം. ഇതെല്ലാം വരുന്നത് പ്രോബബിലിറ്റി സാമ്പിളിങ്ങിലാണ്. ഇതിനടുത്ത് നോൺ പ്രോബബിലിറ്റി സാമ്പിളിങ്ങിൽ എന്തൊക്കെയാണ് വരുന്നത്? ഒന്ന്, കൺവീനിയൻറ്റ് സാമ്പിളിംഗ്. ഓക്കെ, ഇപ്പം നമ്മൾ നമ്മുടെ ഒരു ടീമിലോട്ട് ഒരു 5 പേരെ എടുക്കുകയാണ്. അവിടെ നമ്മൾ സെലക്ട് ചെയ്താണ് എടുക്കുന്നത്, നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ആളുകളെ നമ്മൾ സെലക്ട് ചെയ്യും. അടുത്ത പർപ്പസീവ് സാമ്പിളിംഗ്. ഇപ്പം നമ്മുടെ ടീം നമ്മളൊരു ഡോക്യുമെൻ്ററി ചെയ്യുന്നു, എന്തെങ്കിലും ഒരു ഡോക്യുമെൻ്ററി ചെയ്യുന്നു. അപ്പോൾ പർപ്പസീവ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഡോക്യുമെൻ്ററിയുമായി ബന്ധപ്പെട്ട ആളുകളെ നമ്മൾ തിരഞ്ഞെടുക്കുന്നതിനാണ്. നമ്മുടെ ഇടയിൽ തന്നെ ഈ ഡോക്യുമെൻറ്റുമായി ബന്ധപ്പെട്ട ആളുകൾ, പ്രത്യേകിച്ച് വീഡിയോ എഡിറ്റിംഗ് അറിയാമെന്നുള്ള ഒരാളുണ്ടെങ്കിൽ അയാളെ എടുക്കും. ഓക്കെ, അങ്ങനെയൊക്കെ. കോട്ട സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ടീമിൽ മിനിമം ഇത്ര പേരുണ്ടായിരിക്കണം, അതിനാവശ്യമായിട്ടുള്ള ആളുകൾ എടുക്കുന്നതാണ് കോട്ട സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ക്ലിയർ ആയിട്ടൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, ഒരു ചാപ്റ്റർ തന്നെ ഇതാണ്. അപ്പോൾ ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ എന്തായാലും ഉറപ്പാണ്. ഓക്കെ, ക്ലിയർ ആയിട്ട് പഠിച്ചോളാം. റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പഠിക്കുന്ന സബ്ജക്റ്റ് റിസർച്ച് മെത്തഡോളജിയാണ്. ഈ എല്ലാ റിസർച്ചും ലാസ്റ്റ് ചെന്ന് നിൽക്കുന്നത് റിപ്പോർട്ടിലാണ്.
എല്ലാ റിസർച്ചിനെയും റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്തിലാണ്? റിപ്പോർട്ടിലാണ്. നമ്മൾ കണ്ടെത്തിയ കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് അവിടെ കൊടുക്കുന്നത്. അപ്പോൾ അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? റിപ്പോർട്ട് എന്ന് പറയുന്നത്. നോക്കിയേ, റിപ്പോർട്ട് ഈസ് ദ ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ. ഓക്കെ, നമ്മൾ കണ്ടെത്തിയ കാര്യങ്ങളുടെ ഒരു ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷനാണ് ഏത്? റിപ്പോർട്ട് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? നമ്മളൊരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ കണ്ടെത്തിയ കാര്യത്തിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷന് നമുക്ക് എന്ത് പറയാം? റിപ്പോർട്ട് എന്ന് പറയാം. ഓക്കെ, റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കണ്ടെത്തിയ കാര്യങ്ങളുടെ ഒരു പ്രസൻറ്റേഷനാണ് അല്ലേ? റിസർച്ച് ഫൈൻഡിങ്സ് ഒക്കെ നമ്മൾ അതിൽ ഉൾപ്പെടുത്തുന്നു. മനസ്സിലായില്ലേ? പിന്നെന്താണ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഓറൽ ഓർ റിട്ടേൺ, വാഗൊണ്ട് പറയുന്നതോ എഴുതപ്പെട്ടതോ ആവാം. പക്ഷെ എഴുതപ്പെട്ടതിനാണ് എന്തുള്ളത്? ഒരു എവിഡൻസ് ഉള്ളത്. അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ പലർക്കും അനാലിസിസ് ചെയ്യേണ്ടി വരണമെങ്കിൽ അതെങ്ങനെയുള്ളതായിരിക്കണം? എഴുതപ്പെട്ട റിപ്പോർട്ടായിരിക്കണം. ഓക്കെ, റിസർച്ച് റിപ്പോർട്ട് റൈറ്റിംഗ് ഇൻ കൾമിനേഷൻ ഓഫ് ദി റിസർച്ച് ഇൻവെസ്റ്റിഗേഷൻ. ഓക്കെ, റിസർച്ച് ഇൻവെസ്റ്റിഗേഷൻ്റെ ഒരു ക്യാപ്സ്യൂളാണ് ഏത്? റിസർച്ച് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഇനി റിസർച്ച് റിപ്പോർട്ടിൻ്റെ നീഡ് നോക്കിയേ. ഇറ്റ് ഹെൽപ്പ് ടു കമ്മ്യൂണിക്കേറ്റ് ഇൻട്രസ്റ്റഡ് പേഴ്സൺ ദ മെത്തഡോളജി ആൻഡ് ദ റിസൾട്ട് ഓഫ് ദി സ്റ്റഡി. അല്ലേ, ഇതെന്തിനു സഹായിക്കുന്നു? റിസർച്ച് അല്ലെങ്കിൽ റിസർച്ച് റിപ്പോർട്ടിൻ്റെ ആവശ്യകത എന്താ? അടുത്തൊരാള് അല്ലെങ്കിൽ ഈ ടോപ്പിക്കിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ, അയാൾക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റുന്നു? ഈ സ്റ്റഡി മനസ്സിലാക്കാൻ റിസർച്ച് റിപ്പോർട്ട് സഹായിക്കുന്നു. ഇറ്റ് സർവ് ആസ് എ ബേസിക് റെഫറൻസ്. കണ്ടോ, നമ്മൾ തന്നെ ഒരു അസൈൻമെന്റ് പറയുമ്പോൾ നമ്മൾ ഗൂഗിളിൽ നിന്ന് പലതും എടുത്ത് റെഫറൻസ് ചെയ്യാറില്ലേ? അത് പല പല ആളുകളുടെ റിപ്പോർട്ടാണ്. അപ്പോൾ നമുക്ക് റെഫറൻസ് ആയിട്ട് എന്ത് ചെയ്യാം? ഇതിനെ എടുക്കാം. പിന്നെ അതുപോലെ തന്നെ എന്താണ്? ഇറ്റ് സർവ് ആസ് എ മീൻസ് ഓഫ് ജഡ്ജിങ് ദ ക്വാളിറ്റി ഓഫ് കംപ്ലീറ്റ് റിസർച്ച്. ഒരു റിസർച്ചിൻ്റെ ക്വാളിറ്റി എക്സ്പ്രസ് ചെയ്യുന്നത് ആ റിപ്പോർട്ടിലാണ്. റിപ്പോർട്ടിൽ കണ്ടന്റ് ഉണ്ടെങ്കിൽ ആ റിസർച്ച് നല്ലപോലെ നടത്തിയിട്ടുണ്ട് എന്നതാണ് എൻ്റെ അർത്ഥം. ഓക്കെ, പിന്നെ അടുത്തെന്താണ്? റിസർച്ച് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? പല പല പോളിസീസും റിപ്പോർട്ട് വെച്ച് നമുക്ക് പല പല പോളിസീസും എന്ത് ചെയ്യാം? ഫോർമുലേറ്റ് ചെയ്യാം. പല പല സ്ട്രാറ്റജീസും നമുക്ക് എന്ത് ചെയ്യാം? ഡെവലപ്പ് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയ. പിന്നെ എന്താണ് ഒരു റിസർച്ച് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ? എന്താണ്? അയാൾ തുടങ്ങി വെച്ച റിസർച്ച് മുതൽ അയാൾ കംപ്ലീറ്റ് ചെയ്യുന്നത് വരെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊരു സിസ്റ്റമാറ്റിക് നോളജ് നമുക്ക് തരുന്നു. അതിലെ പ്രോബ്ലം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നു. അതിൻ്റെ ഇഷ്യൂസ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് പഠിച്ചിരിക്കണം. ഇനി ടൈപ്പ് ഓഫ് റിപ്പോർട്ട് ഉണ്ട്. എന്തൊക്കെയാണ് ടൈപ്പ് ഓഫ് റിപ്പോർട്ട്? ഒന്ന് ഓറൽ റിപ്പോർട്ട്, നമുക്കറിയാം, നമ്മൾ വാഗൊണ്ട് പറയുന്നത് സ്പോക്കൺ വേർഡ്സ്. ഓക്കെ, സെമിനാർ, നമ്മൾ ഡയറക്റ്റായിട്ടൊക്കെ സെമിനാറൊക്കെ നടത്തൂലേ? അതാണ് ഓറൽ റിപ്പോർട്ട് എന്ന് പറയുന്നത്. റിട്ടൺ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എഴുതിയതാണ്. ഓക്കെ, ഇതിൽ 6 ടൈപ്പ് ഉണ്ട്. ഒന്ന് ടെക്നിക്കൽ റിപ്പോർട്ട്, അതൊരു നോർമൽ പേഴ്സണ് മനസ്സിലാവില്ല. സയൻറ്റിസ്റ്റ്, റിസർച്ചേഴ്സ് അവരൊക്കെ തയ്യാറാക്കുന്നതാണ് ഏത്? ടെക്നിക്കൽ റിപ്പോർട്ട് എന്ന് പറയുന്നത്. പോപ്പുലർ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? പോപ്പുലർ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഓഡിയൻസ്, എക്സിക്യൂട്ടീവ് അഡ്മിനിസ്ട്രേറ്റർ ആൻഡ് നോൺ ടെക്നിക്കൽ. അതായത് ഇവിടെ ഇത് ടെക്നിക്കൽ വേർഡ്സ് ഒന്നും ഇതിൽ ഉൾപ്പെടുത്തൂല. നോർമൽ പേഴ്സണെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യുന്ന റിപ്പോർട്ടാണ് ഏത്? പോപ്പുലർ റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഇനി അടുത്ത് സമ്മറി റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? സമ്മറി റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ പ്രോബ്ലത്തിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ ഒരു വലിയൊരു കണ്ടന്റിനെ കുറിച്ചുള്ള ജസ്റ്റ് ഒരു ക്യാപ്സ്യൂളാണ് ഏത്? സമ്മറി റിപ്പോർട്ട് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊരു 2 or 3 പേജിൽ എന്ത് ചെയ്യും? ഇതങ്ങ് നിൽക്കും. ഇതൊരു ബ്രീഫ് സ്റ്റഡി എന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ പറയാം. ഈ സമ്മറിയിൽ എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ള? ആ റിപ്പോർട്ടറിൻ്റെ മേജർ ഫൈൻഡിങ്സും ഇംപ്ലിക്കേഷൻസും. നമ്മളത് ആ സമ്മറി വായിക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ റിപ്പോർട്ടിൻ്റെ കണ്ടന്റ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. പിന്നെ റിസർച്ച് അബ്സ്ട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഷോർട്ട് സമ്മറിയാണ്. ഒരു ടെക്നിക്കൽ റിപ്പോർട്ടിൻ്റെ ഒരു ഷോർട്ട് സമ്മറിയാണ്. നമ്മൾ ടെക്സ്റ്റൊക്കെ വാങ്ങുമ്പോൾ നമ്മൾ അതിൻ്റെ ബാക്കിൽ അബ്സ്ട്രാക്റ്റ് നോക്കും. ആ ടെക്സ്റ്റിൽ എന്താണ് പ്രതിപാദിക്കുന്നതെന്ന് നമുക്ക് 4-5 വരികളിലൂടെ മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റും. റിസർച്ച് ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പർട്ടിക്കുലർ റിസർച്ചിനെ കുറിച്ച് നമ്മൾ തയ്യാറാക്കുന്ന മറ്റൊരു ഒരു പ്രബന്ധത്തെ നമുക്ക് എന്ത് ചെയ്യാം? ആർട്ടിക്കിൾ എന്ന് നമുക്ക് എന്ത് ചെയ്യാം? പറയാം. അതെന്തായിരിക്കണം? അത് റിസർച്ചിനെ കുറിച്ച് ക്ലിയർലി റിട്ടേൺ ചെയ്തിട്ടുള്ളത് ആയിരിക്കണം. ഓക്കെ, ഇനി സ്റ്റെപ്സ് ആൻഡ് സ്റ്റേജസ് ഇൻ റിപ്പോർട്ട് റൈറ്റിംഗ്. ഓക്കെ, ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം നമ്മൾ എങ്ങനെയാണ് റിപ്പോർട്ട് റൈറ്റ് ചെയ്യുന്നത്. ആദ്യം പ്രോജക്റ്റ് എന്താണെന്ന് നമ്മൾ ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. പിന്നെ എന്താണ്? ഒരു ലേ ഔട്ട് നമ്മൾ തയ്യാറാക്കണം. റിപ്പോർട്ടിന് നമ്മളൊരു ഔട്ട്ലൈൻ കൊടുക്കണം. പിന്നെ അടുത്ത് എന്താ പറയുന്നത്? ഒരു റഫ് റിപ്പോർട്ട് നമ്മൾ എഴുതി നോക്കണം. പിന്നെ എന്താണ്? നമ്മൾ എഴുതുന്ന കാര്യങ്ങൾ ആ റഫ് റിപ്പോർട്ട് നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് എന്ത് ചെയ്യണം? കെയർഫുൾ റീഡിങ് നമ്മൾ നടത്തിയിരിക്കണം. പിന്നെ അടുത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ റീറൈറ്റ് ചെയ്യണം. ഫൈനൽ ബിബ്ലിയോഗ്രഫി നമ്മൾ എന്ത് ചെയ്യണം? ഫൈനൽ ഡ്രാഫ്റ്റ്, റിപ്പോർട്ടിൻ്റെ ഒറിജിനൽ ഡ്രാഫ്റ്റ് നമ്മൾ തയ്യാറാക്കണം. ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ സിമ്പിളായിട്ട് പഠിച്ചാൽ മതി.
ഒന്നും വാരി പഠിക്കേണ്ട കാര്യമില്ല. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 4 ക്വസ്റ്റ്യന് ഒരേ ആൻസർ ആണ്. ഒന്ന് റിപ്പോർട്ടിൻ്റെ ഫോർമാറ്റ് എന്താണെന്ന് ചോദിക്കാം, പിന്നെ എന്താണ് ലേ ഔട്ട് ഓഫ് റിപ്പോർട്ടർ എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ സ്ട്രക്ചർ ഓഫ് റിപ്പോർട്ട് എന്താണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ കണ്ടൻസ് ഓഫ് റിപ്പോർട്ട് എന്താണെന്ന് ചോദിക്കാം. ഒരു റിപ്പോർട്ടിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ആദ്യം ടൈറ്റിൽ പേജ് വേണം, പിന്നെ അതിൻ്റെ അകത്ത് പ്രിഫൈസ്, പിന്നെ ടേബിൾ ഓഫ് കണ്ടന്റ് ഏതൊക്കെ പേജിൽ എന്തൊക്കെയാണെന്നുള്ളത്, പിന്നെ ലിസ്റ്റ് ഓഫ് ടേബിൾ ഉണ്ടെങ്കിൽ അത്, ലിസ്റ്റ് ഓഫ് ഫിഗേഴ്സ് ഉണ്ടെങ്കിൽ അത്, പിന്നെ ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ചുള്ളൊരു ബ്രീഫ് സമ്മറി, അതായത് ഒരു ഇൻട്രൊഡക്ഷൻ നമുക്ക് വേണം, റിസർച്ച് പ്രൊസീജിയർ വേണം, ഒരു കൺക്ലൂഷൻ വേണം, ഒരു സമ്മറി വേണം, റെഫറൻസ് വേണം, ലാസ്റ്റ് ബിബ്ലിയോഗ്രഫി വേണം, പിന്നെന്താണ് അപ്പൻഡിസസ്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു റിസർച്ച് തയ്യാറാക്കാം. പിന്നെ ഇതിൽ ഒരു ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തിയിട്ടില്ല, ചോദിക്കാൻ സാധ്യത ഉള്ളത് ഡേറ്റ കളക്ഷൻ, മെത്തേഡ്സ് ഓഫ് ഡേറ്റ കളക്ഷൻ. ഏതൊരു റിസർച്ചിനും കണ്ടക്ട് ചെയ്യണമെങ്കിലും നമുക്ക് ഡേറ്റ എന്ത് ചെയ്യണം വേണം. മെത്തേഡ്സ് ഓഫ് ഡേറ്റ കളക്ഷൻ. മെത്തേഡ്സ് ഓഫ് ഡേറ്റ കളക്ഷൻ നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള തന്നെ പഠിക്കുക. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. നമുക്കതിന് പ്രൈമറി ഡേറ്റ എന്നും സെക്കൻഡറി ഡേറ്റ എന്നും നമുക്ക് എന്ത് ചെയ്യാം, തരംതിരിക്കാം. പ്രൈമറി ഡേറ്റ നമുക്കറിയാം, നമ്മൾ കണ്ടെത്തുന്ന ഡേറ്റയാണ് പ്രൈമറി ഡേറ്റ. അതൊരു ഫസ്റ്റ് ഹാൻഡ് ഡേറ്റ, നമ്മൾ കോപ്പി അടിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും കാര്യങ്ങൾ റെഫർ ചെയ്ത് എഴുതുന്നതാണ് ഏത്, അല്ലെങ്കിൽ വേറൊരാൾ ചെയ്തു വച്ച റിപ്പോർട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, റിപ്പോർട്ട് നമ്മൾ റെഫറൻസിന് വേണ്ടി എടുക്കുന്നതാണ് സെക്കൻഡറി ഡേറ്റ. പ്രൈമറി ഡേറ്റയിൽ എന്തൊക്കെ വരും? പ്രൈമറി ഡേറ്റ കളക്ഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഇതൊക്കെ എഴുതി വെച്ചോണം. ഒന്ന് ടെലിഫോൺ ഇൻ്റർവ്യൂ, രണ്ട് എന്താണ് ഫേസ് ടു ഫേസ് അല്ലെങ്കിൽ ഡയറക്റ്റ് ഇൻ്റർവ്യൂ, മൂന്ന് പബ്ലിക് ഒപ്പീനിയൻ കളക്ഷൻ, 4 ഡെൽഫി മെത്തേഡ്. അത് എക്സ്പേർട്ടുകൾ മാത്രം ചെയ്യുന്നതാണ് ഏത്, ഡെൽഫി മെത്തേഡ് എന്ന് പറയുന്നത്. സർവേ മെത്തേഡ്. ഇതൊക്കെ നിങ്ങൾക്ക് പ്രൈമറി ഡേറ്റയിൽ എഴുതാം. സെക്കൻഡറി ഡേറ്റ എന്ന് പറഞ്ഞാൽ അറിയാലോ, ന്യൂസ് പേപ്പറിൽ നിന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നു. ന്യൂസ് പേപ്പർ, ഓൾറെഡി ഉള്ള റിപ്പോർട്ട്, ആർട്ടിക്കിൾസ്, ഡോക്യുമെൻ്ററി, ക്ലാസ് റൂം ലേണിംഗ്, ഇതൊക്കെ എന്താണ്, സെക്കൻഡറി ഡേറ്റയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഈ മെത്തേഡ്സ് ഓഫ് ഡേറ്റ കളക്ഷൻ, പ്രൈമറി ഡേറ്റ കളക്ഷൻ, സെക്കൻഡറി ഡേറ്റ കളക്ഷൻ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും മെത്തേഡിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും ഒക്കെ ചോദിക്കാം. അപ്പോൾ ആ മെറിറ്റ്സും ഡിമെറിറ്റ്സും കാണാതൊന്നും പഠിക്കേണ്ട കാര്യമില്ല. പക്ഷേ പോയിന്റുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. എല്ലാത്തിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന മെറിറ്റ്സും ഉണ്ട്, എല്ലാത്തിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഡിമെറിറ്റ്സും ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് എന്ത് ചെയ്യണം, കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇത്രയും ക്വസ്റ്റ്യൻ നല്ല പോലെ പഠിച്ചിട്ട് പോവുക. എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്.